ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ദോഷനായി നീ മാറിയോ? ഇതാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ഇതാണ് പിശാചിന്റെ കെണി. നമ്മൾ ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ തുടരാൻ പിശാച് അനുവദിക്കില്ല. എന്തിനേറെ പറയുന്നു, ആത്മാവിൽ അവസാനിപ്പിക്കാൻ അവൻ ഒരു ദൈവ പൈതലിനെ സമ്മതിക്കില്ല. അത് മനസ്സിലാക്കും, സമ്മതിക്കില്ല. അതാണ് ഇവന്റെ ലക്ഷ്യം. ആത്മാവിൽ ആരംഭിച്ചാൽ ആത്മാവിൽ അവസാനിപ്പിച്ചാൽ നീ തമ്പുരാന്റെ സന്നിധിയിലെത്തില്ലേ? ജ്ഞാനം 15:8 വചനം പറയുന്നു, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോ തിരിച്ചേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകേണ്ടവനായ മനുഷ്യൻ അതേ മണ്ണിൽ നിന്ന് തന്നെ വിഫല ദൈവങ്ങളെ മെനയുന്നു. അവന് മരണമുണ്ടെന്നോ അവന്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ ചിന്തിക്കുന്നേയില്ല. കണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്ന ദൈവ പൈതൽ, ദൈവത്തിന്റെ ശ്വാസത്തിൽ ജീവൻ നൽകപ്പെട്ട ഒരു ദൈവ പൈതൽ ആത്മാവിൽ ആരംഭിച്ചത് ഈ ലോകത്തിൽ അവസാനിപ്പിക്കാൻ, ജഡത്തിൽ അവസാനിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ നിത്യനാശത്തിലേക്ക് പോകാൻ, സ്വർഗപ്രാപ്തിക്ക് നിന്റെ ആത്മാവിനെ അനുവദിക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കും. അതിന് നിന്റെ കുടുംബത്തിൽ തകർച്ചകൾ വരും, നിന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിന്റെ ജീവിത പങ്കാളി പാപത്തിൽ പോകും, അവിശ്വസ്തത കാണിക്കും. ഇതിലൂടെയൊക്കെ നിന്റെ ആത്മാവിൽ ദൈവാത്മാവുമായുള്ള ബന്ധം തകർന്നു പോകാതിരിക്കാൻ നീ ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ അവസാനിപ്പിക്കാനുള്ള കരുത്തെടുത്തോളണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആർക്കാ നഷ്ടം? ചിലപ്പോഴൊക്കെ ഞാൻ ചിലരുണ്ട്, അച്ഛാ ഞാൻ നിർത്തി, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. എന്താ? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എന്തോ ജീവിത പങ്കാളിയുടെ സ്വഭാവം അതുപോലെ ദുശീലം, അച്ചോ കഞ്ചാവും മദ്യവും ഇതൊക്കെ, അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥന നിർത്തി. ഞാൻ ചോദിക്കാം, ചേച്ചി ചിലപ്പോ പ്രാർത്ഥനയൊക്കെ നിർത്തി, സമ്മതിച്ചു. ഈ പുള്ളി ചിലപ്പോ 5 വർഷം കഴിയുമ്പോൾ പുള്ളി മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരും. പുള്ളി ജഡത്തിൽ ആരംഭിച്ച് ചിലപ്പോ ആത്മാവിൽ അവസാനിപ്പിക്കും. ചേച്ചി ആത്മാവിൽ ആരംഭിച്ചത് എവിടെയാ ഇപ്പൊ അവസാനിപ്പിക്കുന്നത്? ഇന്ന് രാത്രി ചേച്ചിയെ കർത്താവ് വിളിച്ചാൽ എവിടെ അവസാനിക്കും? ഒരുവേള ചേച്ചി പോയാലും ആത്മാവ് ഒരുപക്ഷെ നാളെ ഈ മകന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് ദൈവം കാരണമൊരുക്കിയിട്ട് ആത്മാവിൽ അവസാനിപ്പിക്കാൻ ദൈവം കാരണമാകുമ്പോ ചേച്ചിയുടെ ആത്മാവ് എവിടെ അവസാനിക്കും? കൂട്ടുകെട്ടിനെ പിശാച് എടുത്തുപയോഗിക്കും. ആദത്തെ വീഴിക്കാൻ ഹവ്വായെ എടുത്തുപയോഗിച്ച അതേ തന്ത്രം പിശാച് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ മക്കളെ, നിന്റെ സ്ഥലത്തെ, നിന്റെ ജോലിയെ, നിന്റെ മക്കളുടെ വിവാഹത്തെ, അവരുടെ ജീവിതത്തിന്റെ തടസ്സങ്ങളെ, ഇതൊക്കെ നിന്റെ മനസ്സിനെ തകർക്കാൻ, നിന്റെ മനസ്സിനെ മുറിപ്പെടുത്താൻ, നിന്റെ ആത്മാവിലുള്ള പ്രത്യാശ കളയാൻ, നിന്റെ നിരാശയിൽ കെട്ടിയിടാൻ, അങ്ങനെ നിന്റെ ആത്മനാശത്തിന് സാത്താൻ വഴിയൊരുക്കുകയാണെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ബോധ്യം തരണം. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ചങ്കിലേക്ക് ബോധ്യം തരണം. അല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങിയിട്ട് അവര് കാരണം ഇവര് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലച്ചോ, എന്റെ വീട്ടിൽ ഈ അവസ്ഥ കാരണം എനിക്ക് പള്ളി പോകാൻ തോന്നുന്നില്ലച്ചോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലച്ചോ, എന്റെ കൂട്ടുകാരന് കാരണം എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലച്ചോ, അവള് കാരണം, അയൽവാസികൾ കാരണം, അവരങ്ങനെ പറയുന്നത് കൊണ്ട്, ഇവരിങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളി പോകാൻ തോന്നുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ആദത്തെ വീഴിക്കാൻ ഹവ്വായെ പിശാച് ഉപകരണമാക്കിയെങ്കിൽ ആരെ വേണമെങ്കിലും പിശാചിന് നിന്റെ ആത്മാവിന്റെ കൃപ ചോർത്തിക്കളയാൻ, നീ ആത്മാവിൽ തുടരുന്നത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ പിശാചിന് ഉപകരണമാക്കാം.